ഈ യുഎഇയിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള മെയിൻ ഡൗട്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. എങ്ങനെ അറ്റസ്റ്റ് ചെയ്യും എന്നുള്ളത്. അതെ, ഇത് എവിടെ കൊടുക്കും, ഇത് എത്ര ഡേയ്സ് എടുക്കും, ഏതൊക്കെ അറ്റസ്റ്റേഷനാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ യുഎഇ എംബസി അറ്റസ്റ്റേഷൻ. അതെ. അപ്പോൾ യുഎഇ എംബസി അറ്റസ്റ്റേഷൻ എല്ലാ പ്രൊഫഷണൽസിനും ചെയ്യാൻ അതെ, പറ്റും. മെയിനായിട്ട് രണ്ട് അറ്റസ്റ്റേഷനാണ് ഉള്ളത്. ഒന്ന് ഇന്ത്യയിൽ നിന്നുള്ള യുഎഇ എംബസിയും മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ മോഫ അറ്റസ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് യുഎഇ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഏത് പ്രൊഫഷണലാണ് യുഎഇ എംബസി അറ്റസ്റ്റേഷൻ മെയിനായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് പ്രൊഫഷണൽ എന്നൊന്നുമില്ല. എല്ലാവർക്കും SSLC മുതൽ ക്വാളിഫിക്കേഷനുള്ള എനി പേഴ്സൺ ക്യാൻ ഡു യുഎഇ എംബസി അറ്റസ്റ്റേഷൻ ഇഫ് ദേ വാണ്ട് ടു മൈഗ്രേറ്റ് ടു യുഎഇ. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് ഒന്ന് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്, പിന്നെ നോൺ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്, പിന്നെ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സ്. എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സിൽ തന്നെ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നോർക്കയുടെ അറ്റസ്റ്റേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റ്സ്, ഇപ്പം തമിഴ്നാട്, കർണാടകയിൽ നിന്നൊക്കെ ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിൽ HRD അറ്റസ്റ്റേഷൻ ചെയ്യാം. പിന്നെ ഈ UAE എന്നുള്ളൊരു രാജ്യം ഈ HRD അല്ലെങ്കിൽ നോർക്ക മാൻഡേറ്ററി ആണെന്ന് പറയുന്നില്ല. പിന്നെ കുറച്ച് പ്രൊഫഷണൽസിന് വേണമെങ്കിൽ അത് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ട് അവിടെ പോയിട്ട് വർക്ക് ചെയ്യുന്നവരോ, അതുപോലെ തന്നെ ടീച്ചിങ് സെക്ഷനിൽ ഉള്ളവർ, അതുപോലെ തന്നെ എൻജിനീയേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, പിന്നെ നഴ്സസ്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ, ഇങ്ങനെയുള്ളവർക്ക് HRD ചെയ്തിട്ട് പോയാൽ കുറച്ചും കൂടി ഒരു അക്സെപ്റ്റൻസ് ആ ഡോക്യുമെന്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നോർക്ക അല്ലെങ്കിൽ HRD. നോർക്ക എന്ന് പറയുന്നത് വിത്തിൻ കേരള ഉള്ള ഇഷ്യൂ ഡോക്യുമെന്റ്സും ഔട്ട്സൈഡ് കേരള ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ് HRD ചെയ്യുന്നത്. ഇപ്പോൾ HRD ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് SDM ത്രൂ അറ്റസ്റ്റേഷൻ. അതെ, ഇപ്പോൾ ഈ HRD ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കുറച്ചും കൂടി ഓതൻറ്റിക്കേറ്റഡ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇറ്റ്സ് എ വെരി ലോങ് പ്രൊസീജിയർ. അപ്പോൾ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഒരാൾക്ക് ഇത് ചെയ്തിട്ട് പോകണം എന്നുള്ള ഒരാൾക്ക് ഒരിക്കലും HRD ചെയ്ത് കഴിഞ്ഞാൽ ഒരു വളരെ ഫാസ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അറ്റസ്റ്റേഷൻ ചെയ്ത് പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്തിട്ട് ഫൈനലി യുഎഇ എംബസി ചെയ്ത് പോകാൻ പറ്റും. യുഎഇ എംബസി, ഇതാണ് ഇതിൻ്റെ ഒരു ചെയിൻ ഓഫ് പ്രൊസീജിയർ. either HRD MA UA എംബസി അല്ലെങ്കിൽ SDM MA UA എംബസി. കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് HRD MA എംബസി ആണ്. ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത് SDM MA എംബസിയാണ്. UA എംബസി കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോസസ്സാണ് മോഫ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതെ, അപ്പോൾ എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഈ മോഫ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എംബസിയുടെ മാത്രം ചെയ്തിട്ട് പോകാം എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് നമ്മൾ ചെയ്താൽ മാത്രമേ ഈ ഡോക്യുമെന്റ് അവിടെ വാലിഡ് ആവത്തുള്ളൂ. അപ്പോൾ എസ്പെഷ്യലി ഒരു ഇന്ത്യൻ ഇഷ്യൂഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കും നമ്മൾ ഈ അറ്റസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വാലിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഡൽഹിയിലുള്ള UA എംബസി അറ്റസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യൻ അറ്റസ്റ്റേഷൻ. ദാറ്റ് ഈസ് ഡൺ ഫ്രം ഡൽഹി നമ്മൾ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ ഡോക്യുമെന്റിനെ UAയിലേക്ക് അയച്ച് അവിടെ നിന്നുള്ള മോഫയും കൂടെ ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഒരു പ്രൊസീജിയേഴ്സ് ഫുള്ളി കംപ്ലീറ്റഡ് ആവുന്നത്. അപ്പോൾ ഇത്രയാണ് UA എംബസിയുടെ എഡ്യൂക്കേഷണലിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കാറ്റഗറി ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ SSLC മുതൽ മുകളിലോട്ട് എല്ലാ ക്വാളിഫിക്കേഷൻസും ഡിപ്ലോമ, ITI, അതെ, PG, പിന്നെ ചില സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ് ചിലർക്ക്, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്, എല്ലാ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് എല്ലാം വരും. ഓക്കെ, ഇനി നോൺ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. അവിടെ ഫാമിലി വിസയൊക്കെ എടുക്കുന്നവർക്ക് ഈ മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി അറ്റസ്റ്റേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നോൺ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റിന്റെ പ്രോസസ് എന്ന് പറഞ്ഞത്, നോൺ എഡ്യൂക്കേഷണൽ ആകുമ്പോഴേക്കും നമുക്ക് രണ്ട് മെത്തേഡിൽ അതും ചെയ്യാം. ഒന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ കേരളയിൽ നിന്ന് ഇഷ്യൂ ചെയ്തതാണെന്നുണ്ടെങ്കിൽ കേരള ഹോം ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. തമിഴ്നാട് ഇഷ്യൂ ഡോക്യുമെൻ്റ് ആണെങ്കിൽ തമിഴ്നാട് ഹോം. അപ്പോൾ ഇത് നമ്മൾ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സിൽ HRD പോലെ ഈ നോൺ എഡ്യൂക്കേഷണലിലെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെന്ന് അത്രയും നിർബന്ധമുള്ളവർക്കാണെങ്കിൽ ഹോം തന്നെ ചെയ്യാം. അല്ലെങ്കിൽ അതിന് ഒരു ഈസി സ്റ്റെപ്പ് ഉണ്ട്, SDM MA എംബസി അല്ലെങ്കിൽ ഹോം MA എംബസി. അത് നമുക്കിപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ മാരേജ് സർട്ടിഫിക്കറ്റും വേണം, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ട് കോപ്പി വേണം. കുഞ്ഞിൻ്റെ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്ന ഒന്നുണ്ടെങ്കിൽ കുഞ്ഞ് മൈനർ ആയതുകൊണ്ട് അവരുടെയും പാസ്പോർട്ട് വെക്കണം, അലോങ് വിത്ത് പേരൻസിൻ്റെ വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്. പിന്നെ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്. അത് ഇപ്പോൾ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേമിൻ്റെ ഇപ്പോൾ ഒരു പവർ ഓഫ് അറ്റോർണി ആയിരിക്കാം, പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് കൺസൈൻമെൻറ്റ്, അങ്ങനെ കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഏത് കൈൻഡ് ഓഫ് സർവീസ് ആണ് ആ ഒരു ബിസിനസ് ഫേം പ്രൊവൈഡ് ചെയ്യുന്നത്, ഇനിയിപ്പോൾ പ്രോഡക്റ്റ് ആണോ,
അതിന്റെ ബേസിസിലായിരിക്കും അവർക്ക് ഡോക്യുമെന്റ്സ് ഉള്ളത്. അതാകുമ്പോൾ നമുക്ക് എംബസി വഴിയായിരിക്കില്ല, കോൺസുലേറ്റ് വഴിയാണ് ചെയ്യുന്നത്. UAE കോൺസുലേറ്റ്, ദാറ്റ് ഈസ് ഫ്രം മുംബൈ, അത് ചെയ്യും. അതാകുമ്പോഴേക്കും ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അറ്റസ്റ്റേഷൻ പ്ലസ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പ്ലസ് UAE കോൺസുലേറ്റ് അറ്റസ്റ്റേഷൻ, അങ്ങനെയായിരിക്കും വരുന്നത്. ഇതാണ് മെയിൻ UAE അറ്റസ്റ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ UAE പോകുന്ന എല്ലാവരും ഈ ഒരു അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് പോകുന്നതാണ് ബെറ്റർ. അവിടെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ UAE എംബസി ചെയ്താൽ മാത്രമേ അവിടുത്തെ ഫോറിൻ അഫയേഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടെ നിൽക്കുന്ന ടൈമും വേസ്റ്റേജ് ഒക്കെ. കാരണം അവിടെ പോകുമ്പോൾ ഇപ്പൊ ചിലർക്കൊരു വിചാരമുണ്ട്, ചിലപ്പോൾ അവിടെ പോയിട്ടെല്ലാം ചെയ്യാം, അപ്പൊ UAE എത്തിയിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷെ UAE എത്തി കഴിയുമ്പോൾ പിന്നെ ഇന്ത്യയിലുള്ള അറ്റസ്റ്റേഷൻ അവരെങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് പിന്നെ വീണ്ടും ഇന്ത്യയിലേക്ക് അയച്ച് ചെയ്യും. അത് കൊറിയർ ചാർജിന്റെ എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നുണ്ട്, ഒത്തിരി ടൈം പോകുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് വെറും 15 വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ നമ്മുടെ UAE എംബസി SDM MA UAE എംബസി ചെയ്യാനായിട്ട്. മോഫയും കൂടെ ചെയ്തെടുക്കുമ്പോൾ ഒരു 20 വർക്കിംഗ് ഡേയ്സ്, ഒരു 7 വർക്കിംഗ് ഡേയ്സ്, ഒരു 1 മന്തിനുള്ളിൽ നമുക്കത് ക്ലിയർ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ചെയ്യുന്നവർ എംബസിയും മോഫയും കൂടെ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഇതിനെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റിൽ ചോദിക്കാവുന്നതാണ്. UAE അറ്റസ്റ്റേഷന്റെ ഇത് പിന്നെ ഇത് എവിടെ കൊടുക്കുമെന്നുള്ളൊരു ഡൗട്ടുണ്ട്. ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ട്, നേരിട്ട് എംബസിയിൽ പോയാൽ പറ്റുമോ എന്നുള്ളത്. കാരണം ഇത് അതിൻ്റെതായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ടൈം കൺസ്യൂമിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള എംബസി ആയിട്ട് ഡീലിങ്സ് ഉള്ള ഒരു ഏജൻസി ത്രൂ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. ട്രാവൽ ഏജൻസികളിൽ ഏൽപ്പിച്ചാലും അത് ചെയ്തു തരും. അതെ, എനി ട്രാവൽ ഏജൻസീസും അത് ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏജൻസീസിനെ നോക്കുക. ഇപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലാണ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്യുമെന്റിന്റെ സേഫ്റ്റി എത്രത്തോളം അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് എല്ലാം നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് കാണും, ഇതിപ്പം ഒരു കോപ്പി മതിയോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന്റെ കോപ്പിയിൽ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുമെന്ന് ചോദിക്കും. ഇത് ഒറിജിനലിന്റെ പിറകെയാണ് ഈ അറ്റസ്റ്റേഷൻ എല്ലാം വരുന്നത്. ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ പിറകെയാണ് വരുന്നത്. ചിലർ സർട്ടിഫിക്കറ്റ് ലാമിനേറ്റ് ചെയ്യും. ലാമിനേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ലാമിനേഷൻ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് അറ്റസ്റ്റ്. അത് ചിലപ്പോൾ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യണമെന്നില്ല, നമ്മുടെ സീല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത്. സർട്ടിഫിക്കറ്റ് ഒരിക്കലും ലാമിനേറ്റ് ചെയ്യരുത്. സർട്ടിഫിക്കറ്റ് ലാമിനേറ്റ് ചെയ്താൽ അത് വാലിഡ് അല്ല. അതെ, അതുകൊണ്ടാണ് അവരത് റിമൂവ് ചെയ്തിട്ട് തന്നെ സീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് വേണ്ടത് ജസ്റ്റ് പാസ്പോർട്ടിന്റെ കോപ്പി മാത്രമാണ്. UAE എംബസി ആകുമ്പോൾ വേറെ ഡോക്യുമെന്റ്സ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഏത് ഡിഗ്രി ആണോ ഡിപ്ലോമയാണോ ഏത് ക്വാളിഫിക്കേഷനാണോ വെക്കുന്നത്, അലോങ് വിത്ത് ദാറ്റ് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് കോപ്പി. പിന്നെ നോൺ എഡ്യൂക്കേഷണൽ ആകുമ്പോഴാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യാൻ വരുന്നവരുണ്ട് UAE. അപ്പോൾ അത് മരണപ്പെട്ടു പോയ ആളുടെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി വെക്കും. അത് ഇപ്പം നിലവിലില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ട് ബ്ലഡ് റിലേഷനുള്ള, ഇപ്പം അല്ലെങ്കിൽ വൈഫ് ഉണ്ടെങ്കിൽ വൈഫിൻ്റെ പാസ്പോർട്ട് കോപ്പി വെക്കാം, മക്കളുടെ വെക്കാം, അങ്ങനെ എല്ലാം ചെയ്യുന്നവരുണ്ട്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ പാസ്പോർട്ട് കോപ്പിയാണ്, അത് മസ്റ്റായിട്ടും വെക്കണം. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെയും വെക്കണം. ഇപ്പോൾ കേരള നമ്മൾ ഹോം അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് കുഞ്ഞിൻ്റെത് ഇല്ലെങ്കിലും പേരൻസിൻ്റെ കൊടുക്കാമെന്നുണ്ട്. പക്ഷേ എന്നാലും അത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്വറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിലേ ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. UAE അറ്റസ്റ്റേഷൻ്റെ എല്ലാ പ്രോസസ്സും ട്രൂ ഇന്റർനാഷണൽ ത്രൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.